ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ലയന ചർച്ചകൾ നടത്തിക്കൊണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയിലെ ആന്തരിക പ്രശ്നങ്ങളും BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങളുമാണ് ഈ അഭ്യൂഹങ്ങൾക്ക് ആധാരം. 1999 കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് NCP രൂപീകരിച്ച ശരത് പവാർ തന്റെ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിപക്ഷ ഐക്യം കൂടുതൽ ശക്തമാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. കൂടാതെ കോൺഗ്രസിനൊപ്പം ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ NCPയിലെ ഒരു വിഭാഗം BJP നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. സുപ്രിയ സുലെയ്ക്ക് കേന്ദ്രമന്ത്രിസഭയിലും മറ്റു മുതിർന്ന നേതാക്കൾക്ക് സംസ്ഥാന മന്ത്രിസഭയിലും പദവികൾ നേടാനായി BJP നേതാക്കളുമായി രഹസ്യ ചർച്ചകൾ നടക്കുന്നതായി സൂചനകളുണ്ട്. തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പ്രതിപക്ഷ സഖ്യമായ MVIയിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ നിന്നുള്ള MPമാരുടെ കൊഴിഞ്ഞുപോക്ക് സഖ്യത്തിന്റെ ഐക്യത്തെ ബാധിച്ചിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസുമായി ലയിക്കണമെന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗവും പാർട്ടിയുടെ സ്വതന്ത്രമായ അസ്തിത്വം നിലനിർത്തണമെന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗവും NCPയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ തന്റെ രാഷ്ട്രീയ പ്രസക്തിയും വിലപേശൽ ശേഷിയും ഒട്ടും ചോർന്നു പോയിട്ടില്ലെന്ന് ശരത് പവാർ വീണ്ടും തെളിയിക്കുകയാണ്. എന്നാൽ അന്തിമ തീരുമാനം ഡൽഹിയിലെ നേതൃത്വതല ചർച്ചകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ. അതിനിടെ കോൺഗ്രസുമായി ലയിക്കാൻ NCP ശ്രമിക്കുന്നുവെന്ന സൂചനയ്ക്കിടെ BJP നേതാക്കൾ ശരത് പവാറിനെ ബന്ധപ്പെട്ടെന്ന വാർത്തകളും പുറത്തുവന്നു. 8 MPമാരിൽ 5 പേർ NDAയിൽ ചേരണമെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ലയിക്കുന്നതിനോട് കൂടുതൽ പേർക്കും താൽപര്യമില്ല. പാർട്ടി പിളർത്തി NDA സഖ്യത്തിൽ ചേർന്ന അജിത് പവാർ വിമാനാപകടത്തിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇരു പാർട്ടികളും ഒന്നാകുമായിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മഹാരാഷ്ട്ര നേതാക്കളുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പവാർ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുകയെന്നും സൂചനകൾ പറയുന്നു. മകൾ സുപ്രിയ സുലെയ്ക്ക് നിർണായക പദവി, മറ്റു നേതാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം എന്നീ ആവശ്യങ്ങൾ പവാർ ഉന്നയിച്ചതായാണ് സൂചന. അതിനാൽ ചർച്ചകൾ നീളാനാണ് സാധ്യത. ലയനത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളായ വിജയ് വഡേത്തിവാർ, സതേഷ് പാട്ടീൽ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ സൂചനകളാണ് വിഷയം ഇപ്പോൾ ചർച്ചയാകാൻ കാരണം. ഒരേ സമയം കോൺഗ്രസുമായും BJPയുമായി ചർച്ച നടത്തുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നതിലൂടെ വിലപേശൽ ശക്തി കൂട്ടുകയാണ് പവാർ ലക്ഷ്യമിടുന്നത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പ്രതികരിക്കുന്നു. നാഗ്പൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രമുഖ BJP നേതാവ് വഴി ശരത് പവാറിനെ NDA സഖ്യത്തിലെത്തിക്കാൻ BJP ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയ്ക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ സ്ഥാനവും മറ്റ് 2 മുതിർന്ന നേതാക്കൾക്ക് മന്ത്രിസ്ഥാനവും BJP വാഗ്ദാനം ചെയ്തതായും സൂചനകൾ പുറത്തുവരുന്നു. NCP ഭൂരിഭാഗം നേതാക്കളും കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ NDAയുടെയോ മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യത്തിന്റെയോ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാർട്ടിയുടെ 8 ലോക്സഭാ MPമാരിൽ 5 പേർ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തേക്ക് മാറാൻ താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പ്രതിപക്ഷ സഖ്യം ദുർബലമാകുന്ന സാഹചര്യത്തിലാണ് ശരത് പവാർ തന്റെ പാർട്ടിയെ കോൺഗ്രസ് ലയിപ്പിക്കുന്നതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ NDA സഖ്യത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ചോ സമാന്തര ചർച്ചകൾ നടത്തുന്നത്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും ശരത് പവാർ വിഭാഗത്തിൽ നിന്നും കൂടുതൽ MPമാരും ജനപ്രതിനിധികളും ഭരണപക്ഷമായ മഹായുതിയിലേക്ക് BJPയിലേക്കും ഷിൻഡെ വിഭാഗത്തിലേക്കും ചേക്കേറാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പ്രതിപക്ഷ പാളയത്തിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയെ രാഷ്ട്രീയമായും പൂർണ്ണമായും ദുർബലപ്പെടുത്തിക്കൊണ്ട് ഭരണകക്ഷിയായ മഹായുതി സഖ്യം തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കാണുന്നത്. NCP ശരത് പവാർ വിഭാഗം കോൺഗ്രസ് ലയിക്കുമെന്നും NDAയിൽ ചേരുമെന്നും ദേശീയതലത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ കേരള നേതൃത്വത്തിന്റെ നിലപാട് എന്തായിരിക്കുമെന്നതിൽ ആകാംക്ഷയുണ്ട്. തൃണമൂൽ കോൺഗ്രസിലും ശിവസേനയിലും അടുത്തിടെയുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ശരത് പവാറിന്റെ NCP വിഭാഗം കോൺഗ്രസിൽ ലയിച്ചേക്കുമെന്ന ചർച്ചകൾ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും സജീവമാണ്. എന്നാൽ ഇതിനിടെ പാർട്ടിയിലെ ഒരു വിഭാഗം MPമാരും MLAമാരും BJP നേതൃത്വത്തിലുള്ള NDA മുന്നണിയുടെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ചതോടെ പവാർ 2 സമാന്തര ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ദേശീയതലത്തിലെ മലക്കം മറിച്ചിലുകൾ കേരളത്തിലെ NCP ഘടകത്തെ ആശങ്കയിലാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.